സിസ്റ്റം മുഴുവൻ മാറിയിരിക്കുകയാണ് അല്ലേ? കാരണം 4 ഇയർ യു ജി പ്രോഗ്രാമാണ്. എന്താണ് ഈ 4 ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. സോ ഇന്ന് ഉയരയിലൂടെ നമ്മൾ 4 ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ജെയിംസ് വി ജോർജ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഫ്രം സേക്രഡ് ഹാർട്ട് കോളേജ്, തേവര, ആൻഡ് ഓൾസോ ഇഗ്നേഷ്യസ് എബ്രഹാം, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി ഫ്രം സേക്രഡ് ഹാർട്ട് കോളേജ്, ആൻഡ് ഇഗ്നേഷ്യസ് സാറ് SH കോളേജിലെ 4 ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറാണ്. ആൻഡ് രണ്ടുപേർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 4 ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ടീച്ചേഴ്സിന്, പാരൻസിന്, അഫ്കോഴ്സ് സ്റ്റുഡൻസിന്. കാരണം എന്താണ് ഇതെന്ന് അവർ യാതൊരുവിധ ഒരു മുൻ രുചിയും ഇല്ലാതെ അവർ എത്താനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു 4 ഇയർ യു ജി പ്രോഗ്രാം എന്താണ് എന്നൊരു പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. 4 ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ പോകുന്ന വലിയൊരു മാറ്റമാണ്. ഇതിൻ്റെ ഒരു ആരംഭം, ഈ പ്രോഗ്രാമിൻ്റെ ഇവിടെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2029 NEP 2020 അതിനെ ആസ്പദമാക്കിയാണ്. അതിനെ ആസ്പദമാക്കിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിയോഗിച്ച ശ്യാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശ പ്രകാരവുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ചേർന്ന് ഈ 4 ഇയർ യു ജി പ്രോഗ്രാമിന് ഒരു മാർഗരേഖ തയ്യാറാക്കിയത്. അതിൻ്റെ ചുവടുപിടിച്ചാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അടുത്ത വർഷം മുതൽ യൂണിവേഴ്സിറ്റികളോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലും ഈ 4 ഇയർ യു ജി പ്രോഗ്രാം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ 4 ഇയർ യു ജി പ്രോഗ്രാം എന്ന് പേര് പറയുന്നത് പോലെ തന്നെ ഈ പ്രോഗ്രാമിന് 4 വർഷം ആയിരിക്കും അതിൻ്റെ ദൈർഘ്യം. ഇത്രയും നാൾ നമ്മൾ 3 വർഷമായിരുന്നു ഡിഗ്രി, ഇനി മുതൽ 4 വർഷമായിരിക്കും. അപ്പോൾ 3 വർഷത്തിന് പകരം 4 വർഷം. 4 വർഷം ഡിഗ്രിക്കകത്തൊരു ഓണേഴ്സ് ബിരുദത്തിന് ചേരുന്ന കുട്ടിക്ക് 3 ഓപ്ഷനാണ് കേരളത്തിൽ നൽകാൻ പോകുന്നത്. അത് ആദ്യം 3 വർഷം പൂർത്തിയാക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ ആവശ്യമായ ക്രെഡിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിലവിലുള്ള മാതിരിയുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ആ കോഴ്സ് ക്വിറ്റ് ചെയ്ത് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓണേഴ്സിന് പോകുക എന്നുള്ളതാണ്. ഈ ഓണേഴ്സ് 2 രീതിയിലുണ്ട്. ഒന്ന് സാധാ 4 വർഷം പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഓണേഴ്സ്, 4 ഇയർ യു ജി ഓണേഴ്സും, 2 ഓണേഴ്സ് വിത്ത് റിസർച്ചും കിട്ടുന്നുണ്ട്. ഇത് രണ്ടുമാണ് കുട്ടി റിസർച്ച് ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു 4 ഇയർ യു ജി പ്രോഗ്രാമാണ് ഈ വരുന്ന അക്കാഡമിക് ഇയർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് എന്തിനാണ് ആക്ച്വലി നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. പെട്ടെന്നൊരു മാറ്റം എന്തുകൊണ്ടാണ് എന്നുള്ളത് സ്റ്റുഡൻസിനാണെങ്കിലും ഇത്ര നാൾ ഞങ്ങൾ ഇതല്ലേ ഞങ്ങളുടെ മെയിൻ ഗോൾ ഇങ്ങനെ ആയിരുന്നല്ലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. സോ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം? നമുക്കൊരു 4 ഇയർ യു ജി പ്രോഗ്രാം എന്തിനാണ്? പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയപ്പെടുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകമാനം ഒരു ലേണർ സെൻട്രിക് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച്, പ്രിഫറൻസ് അനുസരിച്ച് അവന് ഇഷ്ടമുള്ള കോഴ്സസ് സെലക്ട് ചെയ്യാനും ഇഷ്ടമുള്ള പാത്ത് വേ കൂടെ പോകാനും അങ്ങനെ ഒരു എംപ്ലോയബിലിറ്റിയും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ലൈഫിലൊക്കെ നേടാനും വേണ്ടിയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ലേണർ സെൻട്രിക് ആവുകയാണ്. ഇത്രയും നാളുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും, വാക്കാൽ പറഞ്ഞു ലേണർ സെൻട്രിക് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്ര കണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ ലേണർ സെൻട്രിക് ആക്കുന്ന രീതിയിൽ അല്ല പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അതിൻ്റെ ഒരു നമ്മൾ വരുന്ന വഴിയിൽ പറയാം, കൂടുതൽ പറയുന്ന മനസ്സിലാവും എത്രമാത്രം സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. വിദ്യാർത്ഥിയാണ് തീരുമാനിക്കേണ്ടത്. വിദ്യാർത്ഥിയെ സഹായിക്കാനാണ് ഞങ്ങൾ അധ്യാപകർക്കും യൂണിവേഴ്സിറ്റികൾക്കും മാതാപിതാക്കൾക്കും സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇതിൻ്റെ അവസാനം നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഫ്കോഴ്സ്. അപ്പോൾ എന്തായാലും ഈ ഒരു 4 ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസിനും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചില വിഷയങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്കിത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് വിഷയങ്ങൾ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. ആ കുട്ടിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് ഒരു മേജർ പ്രോഗ്രാമിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള മേജർ പ്രോഗ്രാമുകൾ നോക്കുക. നമുക്ക് +2 കിട്ടിയ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മേജർ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടുത്തെ നിലവിലുള്ള പ്രവേശന രീതിയും മാനദണ്ഡങ്ങളും അനുസരിച്ചായിരിക്കും അഡ്മിഷൻ നമുക്ക് മേജറിലേക്ക് ലഭിക്കുന്നത്. മേജറിൽ ലഭിച്ചതിന് ശേഷം കുട്ടിയുടെ ഇഷ്ടമാണ് ഏത് മൈനർ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ മേജർ മൈനർ എന്നുള്ള കാര്യത്തിലൂടെ ഒരു ക്ലാരിറ്റി തരാം.
ഇപ്പം മേജർ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പം നമ്മൾ പറയുന്ന മെയിൻ അല്ലെങ്കിൽ Main കോർ course. എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇപ്പോൾ BSc കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ആയിരുന്നു മെയിൻ. അതുപോലെ ഇനി മുതൽ കെമിസ്ട്രി മേജർ എന്നായിരിക്കും അറിയപ്പെടുന്നത്. നിലവിൽ കെമിസ്ട്രി BSc കെമിസ്ട്രി പ്രോഗ്രാമിലേക്ക് കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ അവൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 സബ്ജക്റ്റുകൾ ഫിസിക്സും മാത്സുമാണ്. അത് കമ്പൽസറി ആയിട്ട് പഠിക്കണം, മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി ആയിരുന്നു നിലവിലത്തെ രീതിയിൽ. ഇനി അങ്ങനെയല്ല. ഇനി കെമിസ്ട്രി മേജറിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചാലും കുട്ടിയുടെ ഇഷ്ടമാണ് ഏത് സബ്ജക്റ്റുകൾ മൈനറായിട്ട് പഠിക്കണമെന്നുള്ളത്. അത് ഫിസിക്സും മാത്തമാറ്റിക്സും തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കുട്ടിക്ക് വേറെയും ഡിസിപ്ലിൻ മാറി വേറെ ഡിസിപ്ലിൻ ലാംഗ്വേജ് ആകാം, അതുപോലെ കൊമേഴ്സ് ആകാം, എക്കണോമിക്സ് ആകാം. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാം. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് അതിൻ്റെ ആ പഠിത്തത്തിൻ്റെ എക്സ്റ്റൻറ്റും വ്യത്യാസപ്പെടും. അത് നമുക്ക് മൈനറായിട്ട് വേണോ, അത് സിംഗിൾ മൈനറായിട്ട് വേണോ, അത് ഡബിൾ മേജറായിട്ട് വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കുട്ടി എത്ര കോഴ്സുകൾ പഠിക്കുന്നു, എത്ര ക്രെഡിറ്റ് ഏൺ ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും. അതായത് നിലവിലുള്ള ഘടന പൊളിച്ചെഴുതുകയാണ്, സിസ്റ്റം മൊത്തം മാറുകയാണ്, കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് മേജറിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. അതിനുശേഷം ബാക്കി പഠിക്കേണ്ട സബ്ജക്റ്റുകൾ, മൈനർ സബ്ജക്റ്റുകൾ ഏതാണെന്ന് കുട്ടിയുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ട്. ഇപ്പം സാറ് അവസാനിപ്പിച്ച ഒരു വാക്കിനത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വേർഡാണ് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു സിസ്റ്റം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ലോകത്ത് ഒരു 3 ഡെക്കേഡ്സ് ആയിട്ടെങ്കിലും നടപ്പിലാക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ 2 ഡെക്കേഡ്സ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ സംവിധാനമാണ് അക്കാഡമിക്കിൽ ക്രെഡിറ്റ് എന്ന് പറയപ്പെടുന്ന സംവിധാനം. അപ്പോൾ അത് ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വളരെ കൂളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ലൈഫിൽ പറയാറുണ്ട്, ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ക്രെഡിറ്റ് കിട്ടി, നല്ല ക്രെഡിറ്റ് ആയെന്ന് പറയാറുണ്ട്. ബാങ്കിൽ സാലറി വരുമ്പോൾ നമുക്ക് പണം നമ്മുടെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റഡ് ആയെന്ന് പറയുന്നത്. അതേ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് തന്നെയാണ് ഇവിടെയും. കുട്ടി കുറേ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിലിരുന്ന് പരീക്ഷകൾ എഴുതി അസൈൻമെൻറ്റ് ചെയ്ത് കുട്ടി ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കി കഴിയുമ്പം അവൻ പരീക്ഷ എഴുതിയോ പരീക്ഷ എഴുതാതെയോ എന്താണോ അതിൻ്റെ മെത്തേഡ്, അതിൽ കൂടെ ആ കുട്ടി അത് പൂർത്തിയാക്കുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെറിറ്റാണ് ക്രെഡിറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കോഴ്സുകളെ അതിന് ക്രെഡിറ്റാക്കി തരംതിരിച്ചിരിക്കുന്നത് 4 ക്രെഡിറ്റ് കോഴ്സുകൾ, 3 ക്രെഡിറ്റ് കോഴ്സുകൾ എന്ന രീതിയിലാണ് പൊതുവിൽ ഈ 4 വർഷ ഡിഗ്രിയിൽ വന്നിരിക്കുന്നത്. 2 ക്രെഡിറ്റൊക്കെ ഉണ്ട്. ഓൺലൈൻ പ്രോഗ്രാമൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കാണാം ആ പ്രോഗ്രാമിലേക്ക് 1 ക്രെഡിറ്റിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ FIUGPയിൽ നമ്മൾ പ്രധാനമായും 4 ക്രെഡിറ്റുള്ള കോഴ്സസ്, 3 ക്രെഡിറ്റുള്ള കോഴ്സസ്, ഇങ്ങനെ 2 പൊതുവിഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു ക്രെഡിറ്റിനെ ഇതെങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആൻഡ് ഇവാലുവേഷൻ ക്രെഡിറ്റിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 15 മണിക്കൂറുകൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 1 ക്രെഡിറ്റ് കോഴ്സാവും. ആ 1 ക്രെഡിറ്റ് ആ കുട്ടി പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുണ്ട്. അസൈൻമെൻ്റ് ആയിരിക്കാം, സെമിനാർ ആയിരിക്കാം, എക്സാമിനേഷൻ ആയിരിക്കാം, അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഒരു പ്രാക്ടിക്കൽ ആ കുട്ടി ലാബിൽ പോയി, ഇപ്പോൾ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾക്ക്, ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾക്കൊക്കെ ലാബിൽ പോയി ആണ് കുട്ടി ലാബ് പ്രാക്ടിക്കലായി ചെയ്യുന്നതെങ്കിൽ അവിടെ 1 ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ 30 മണിക്കൂർ ആ കുട്ടി ലാബിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. ഫീൽഡ് വർക്കും ഇൻറ്റേൺഷിപ്പും ഒക്കെ അങ്ങനെ ആ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ക്രെഡിറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ബേസ് അങ്ങനെയാണ് ക്രെഡിറ്റ്. അപ്പം ഈ കുട്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ജോലിക്ക് പോയാലും ഒക്കെ ക്രെഡിറ്റ് കിട്ടും. അങ്ങനെയാണ് PR-ന് 400 ക്രെഡിറ്റ് വരിക, 200 ക്രെഡിറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് പയ്യെ കുട്ടി ചെയ്യുന്ന എഫേർട്ടിനെ എല്ലാം വളരെ അക്കാഡമിക്കലി ഇവാലുവേറ്റ് ചെയ്ത് ക്രെഡിറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും, ആ സംവിധാനം ഇതെവിടെ സൂക്ഷിക്കും? ബാങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഇത് സൂക്ഷിക്കാനുള്ള നമുക്കൊരു ഡിപ്പോസിറ്ററി സിസ്റ്റമാണ് ABC എന്ന് പറയപ്പെടുന്നത്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഡിപ്പോസിറ്ററി ഉണ്ട്. അവിടെ ആ കുട്ടി രജിസ്റ്റർ ചെയ്യണം. ഇനി മുതൽ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കുന്ന കുട്ടി, ഡിഗ്രിക്ക് കോളേജ് ചേരുന്ന കുട്ടി നിർബന്ധമായിട്ടും അതിനോടൊപ്പം തന്നെ ABCയിൽ രജിസ്റ്റർ ചെയ്യണം. അവൻ്റെ ആധാർ നമ്പറൊക്കെ വെച്ച് ABC രജിസ്റ്റർ ചെയ്യണം. ഇത് ഡിജി ലോക്കറുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്, സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ വരാൻ പാകത്തിന്. ആ ABC ക്രെഡിറ്റിൽ ആ കുട്ടി ഏൺ ചെയ്യുന്ന ID മുഴുവൻ അതാത് കോളേജിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പുറത്ത് കുട്ടി പോയി പഠിച്ച് ഒരു കോഴ്സ് ചെയ്താലും ആ ക്രെഡിറ്റ് ഈ കോളേജിൻ്റെ
കുട്ടിക്ക് ബാധകമായ ABCയിൽ Credited ആയിട്ട് അവിടെ ക്രെഡിറ്റഡ് ആയിട്ട് കിടക്കും. അത് വെച്ചിട്ടാണ് കുട്ടിക്ക് ഇനിയുള്ള കാലത്ത് ഡിഗ്രി ഗ്രാൻഡ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇപ്പം ക്രെഡിറ്റ് സിസ്റ്റം പറഞ്ഞു ABC ബാങ്കിൽ. അപ്പം ഈ ഒരു നമ്മൾ ഏതൊരു ഡിഗ്രി കോഴ്സ് എടുത്താലും ഏതൊരു കോഴ്സ് എടുത്താലും ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുന്നത് ഒരു ജോലി സാധ്യത, ജോലിക്ക് വേണ്ടിയിട്ടാണ് ഓഫ്കോഴ്സ് നമ്മൾ പഠിക്കുന്നതല്ല. അപ്പം ഈ ഒരു 4 year UG പ്രോഗ്രാം എങ്ങനെയാണ് നമ്മുടെ ജോലിനെ, ആക്ച്വലി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ എന്തുമാത്രം ഇത് ഉപകരിക്കുന്നുണ്ട്, എന്താണ് അതിന് എത്രമാത്രം അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? അപ്പോൾ അതിലേക്ക് ആ ചോദ്യത്തിൽ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ 4 year പ്രോഗ്രാമിലുള്ള കോഴ്സുകളെ കുറിച്ച് ഞാൻ ചെറിയൊരു വിശദീകരണം തരാം. സാറ് ക്രെഡിറ്റിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് കോഴ്സുകളുണ്ട്. ഒന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, 2 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിസിപ്ലിനിലാണോ നിങ്ങൾക്ക് മേജറായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ മൈനറായിട്ട് എടുക്കുന്നത്, ആ സബ്ജക്റ്റുകളിലെ കോഴ്സുകളെയാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കോഴ്സുകളാണ്. അത് 4 കോഴ്സുകളാണുള്ളത്. ഒന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറയും. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ പ്രധാനമായിട്ടും ലാംഗ്വേജ് കോഴ്സുകളാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജസായിട്ട് മലയാളം, ഹിന്ദി അങ്ങനെയുള്ള കോഴ്സുകളെയാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് താൻ മേജർ എടുത്ത ഡിസിപ്ലിൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഡിസിപ്ലിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നോ അറിയണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ളൊരു അവസരമാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സയൻസ് വിദ്യാർത്ഥി കെമിസ്ട്രി മേജറായിട്ട് അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ നിർബന്ധമായിട്ടും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കേണ്ടതാണ്. അതിൻ്റെ സ്ട്രക്ചറിലുണ്ട്. അപ്പോൾ ആ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എവിടെ നിന്ന് എടുക്കണം? അത് സയൻസ് അല്ലാത്ത പുറത്തുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. കൊമേഴ്സ്, എക്കണോമിക്സ്. അതിന് പ്രത്യേകം യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പറയുന്നത് +2 പഠിക്കാത്ത സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കെമിസ്ട്രിയിൽ പ്രവേശനം ലഭിച്ചൊരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും കുട്ടിക്ക് ആ സബ്ജക്റ്റുകളുടെ MDC എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊമേഴ്സോ എക്കണോമിക്സോ ലാംഗ്വേജോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സയൻസ് വിദ്യാർത്ഥിക്ക് വേറെ അതിന് പുറത്തുള്ള ഒരു ഡിസിപ്ലിനിലുള്ള അറിവ് കൂടി ലഭിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അതിലൊരു പ്രായോഗിക ഉദാഹരണം ചേർത്ത് ഞാനങ്ങ് പറയാം. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു MDC, ഒരു കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ്, ബേസിക് ബിസിനസ് സ്ട്രക്ചറും കൂടെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, ഈ കെമിസ്ട്രി കുട്ടി നാളെ ഒരു മരുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതെങ്ങനെ വിൽക്കണം, അല്ലെങ്കിൽ ആ കുട്ടി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബേസിക് ബിസിനസ്, എങ്ങനെയാണ് അവരുടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്തു, കോസ്റ്റ് എങ്ങനെ കണക്കാക്കണം, എങ്ങനെ ഇതിന് വിലയിടണം എന്ന് പറയപ്പെടുന്ന ബേസിക് കാര്യങ്ങൾ അത് കൊമേഴ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ കുട്ടി കുറച്ചും കൂടെ ആദ്യം ചോദിച്ചതിന് ഏകദേശം ഉത്തരം അതിലേക്ക് ചെറുതായിട്ടെങ്കിലും വരുന്നുണ്ട്. ആ കുട്ടിയുടെ എംപ്ലോയബിലിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്, ആ കുട്ടിക്ക് ഒരു ഓൺട്രപ്രണർ ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുന്നു. സാർ തുടർന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ് കോഴ്സ് എന്ന് പറയുന്നത് ആണ് പ്രധാനപ്പെട്ടത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. നിലവിൽ നമ്മളുടെ സിലബസിൽ, നമ്മളുടെ പാഠ്യപദ്ധതികളിലൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസിനെ പറ്റി പറയുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും കുട്ടി 3 സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എടുത്തിരിക്കണം, മസ്റ്റാണ്. അപ്പോൾ ആ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ 21st സെഞ്ച്വറി സ്കിൽസിന് അതിനകത്തുള്ള ഒരു നൈപുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന കോഴ്സുകളാണ്. അത് ഓരോ ഡിസിപ്ലിനും നിർബന്ധമായിട്ടും അവരുടെ ആ ഡിസിപ്ലിൻ അനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ, കൊമേഴ്സ് ആണെങ്കിൽ. അപ്പോൾ അത് കൂടുതലും കുട്ടിയുടെ എംപ്ലോയബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്ന കോഴ്സുകളാണ്. ഇനി നാലാമത്തെ ഒരു കോഴ്സ് വാല്യൂ അഡീഷൻ കോഴ്സസ് എന്ന് പറയും. വാല്യൂ അഡീഷൻ കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ, അതുപോലെ നമ്മുടെ ഹ്യൂമൻ വാല്യൂസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, എൻവയോൺമെൻറ്റ് അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവയർനെസ് ഉണ്ടാകുവാനും അതിനൊരു ബോധവാനാക്കുവാനും വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഈ 4 കോഴ്സുകളെയാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, വാല്യൂ അഡീഷൻ കോഴ്സ്. ഈ 4 കോഴ്സുകളെ പൊതുവെ നമ്മൾ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറയും. ഇങ്ങനെ ഈ കോഴ്സുകൾ 13 എണ്ണമാണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് 4 എണ്ണം എടുത്തിരിക്കണം. മൾട്ടി ഡിസിപ്ലിനറി, VAC, SCC എന്നിവ 3 എണ്ണം വെച്ചാണ്. അപ്പം അങ്ങനെ മൊത്തം 13 കോഴ്സുകൾ. ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് 39. ഈ 13 കോഴ്സുകൾ വഴി ഈ 39 ക്രെഡിറ്റ് ഏൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് തീർച്ചയായിട്ടും കുട്ടിയുടെ ഒരു എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് നേരത്തെ സാറ് പറഞ്ഞ മാതിരി MDC കോഴ്സുകളും അതുപോലെ SCC കോഴ്സുകളും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലുള്ള ആ ഒരു നമുക്ക് നിലവിൽ തുടർന്നു വരുന്ന ആ സംവിധാനത്തിൽ നിന്ന് ഇതിലേക്ക് വരുന്നതോടുകൂടി തീർച്ചയായിട്ടും കുട്ടിയെ എംപ്ലോയബിൾ ആക്കുന്നതിനുള്ള കോഴ്സുകളും അവസരങ്ങളും മൾട്ടി സ്കിൽഡ് പേഴ്സൺ ആക്കി നമ്മൾ മാറ്റാനുള്ള എല്ലാ അവസരവും ഈ പദ്ധതിയിലുണ്ട്, FIUGP-യിലുണ്ട്. ഓക്കെ. ഇപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോദ്യം തുടങ്ങിയത് ആക്ച്വലി ജോബ് ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം ഹെൽപ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു 13 കോഴ്സുകൾ 39 ക്രെഡിറ്റ്സ് നമ്മൾ എയിം ചെയ്യണം. സോ ഇതിൽ നിന്ന് ഇത്ര എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. സോ നമുക്ക് കുട്ടിക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഈ FIUGP അല്ലെങ്കിൽ 4 ഇയർ UG പ്രോഗ്രാമിനെ കുറിച്ച് ഓരോ ദിവസം പത്രത്തിലായിക്കോട്ടെ വാർത്തയിലായിക്കോട്ടെ ഒക്കെ വരുന്ന കുറേ ന്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഈ ഒരു കോമ്പിനേഷൻസ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഇത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറയുക കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ആക്ച്വലി? തീർച്ചയായിട്ടും അതിനൊരു സിസ്റ്റം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരു കോളേജിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഈ 4 വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും അതിന് പരിഹാരം കാണുകയും കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും അതോറിറ്റീസുമായിട്ടും നിരന്തരം സംവദിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നോഡൽ ഓഫീസർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വകുപ്പുകളിലും സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർമാരുണ്ട്. അതിന് കീഴിൽ ഇപ്പോൾ നമ്മളൊരു ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് പോലെ ഒരു ഫാക്കൽറ്റി അഡ്വൈസർ ഒരു BA പ്രോഗ്രാമിന് BSc പ്രോഗ്രാമിന് BCom പ്രോഗ്രാമുകൾക്കൊക്കെ ഓരോ വ്യത്യസ്തമായിട്ട് ഫാക്കൽറ്റി അഡ്വൈസർമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം നിരന്തരമായിട്ട് കുട്ടിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളും ഇവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ആവശ്യമായ സംശയ നിവാരണം വരുത്തുകയും അതിനോടൊപ്പം തന്നെ ഇത്തരം കോഴ്സുകളുടെ പ്രാധാന്യം ഒരു കുട്ടിയുടെ അടുത്തറിയുന്ന മെൻറ്റർഷിപ്പിലൊക്കെ ടീച്ചർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ മെറിറ്റൊക്കെ മനസ്സിലാക്കി ആ കുട്ടിക്ക് ഏതാണ് സജസ്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുക കോഴ്സുകൾ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഇതിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഹെൽപ്പ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ചെല്ലണം. അപ്പോൾ അതും ആ കുട്ടിക്ക് അതൊരു സജഷൻ മാത്രമാണ് വീണ്ടും ആ കുട്ടിക്ക് വേണമെങ്കിൽ അത് തൻ്റെ പിയർ ഗ്രൂപ്പിനോട്. പിന്നെ ഒരു പ്രശ്നം ഇതാണ്, ഒരു മുൻപ് പഠിച്ചു പോയ ആളുകൾ ചോദിക്കാൻ ഒരു അവസരം ഈ വർഷം ഇല്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ മാത്രമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ നിങ്ങളും ഈ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കുട്ടിക്ക് ഉണ്ട്. അധ്യാപകരോടും അതോറിറ്റീസിനോടും മാതാപിതാക്കളോടും പല കോണിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ട്. അത് ഏറ്റവും കൃത്യമായിട്ട് കിട്ടുന്നത് ഫാക്കൽറ്റി അഡ്വൈസർമാർ അതുപോലെ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ നോഡൽ ഓഫീസർ വഴിയായിട്ട് കൃത്യമായ ഇൻഫർമേഷൻ ആ കോളേജിൻ്റെ പ്രമിസസിൽ നിന്നുകൊണ്ടും ഇതര സാധ്യതകളെക്കുറിച്ചും പുറത്തേക്ക് കുട്ടി എങ്ങനെ ഇതിന് വാതായനങ്ങൾ തുറന്നു തരികയാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ സാധ്യതയൊക്കെ ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരാണ് നിരന്തരം പഠിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. കുട്ടികൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. ഇപ്പം നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. കാരണം ഇപ്പം നമ്മളൊരു സബ്ജക്റ്റ് നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്തു. ഇപ്പം അത് ഓപ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കൺഫ്യൂഷൻ ആവുന്നത്, അല്ലെങ്കിൽ എനിക്കിത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നി. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിലിറ്റി ഉണ്ടോ നമുക്ക് ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൽ? മേജർ സ്വിച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ മേജർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഒരു മേജർ ഡിസിപ്ലിനിലേക്കായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രീനെ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഡിസിപ്ലിനിലേക്കായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടി കെമിസ്ട്രി ഡിസിപ്ലിനിൽ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം മൈനറായിട്ട് അവൻ്റെ പഴയ ടെർമിനോളജി വയ്ക്കുകയാണെങ്കിൽ പഴയ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ സബ്ബായിട്ട് അതാണ് ഇപ്പോൾ മൈനറായിട്ട് വരുന്നത്. അപ്പോൾ മൈനറായിട്ട് എടുക്കുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന മേജർ കെമിസ്ട്രി ഫസ്റ്റ് 2 സെമസ്റ്ററിലും പഠിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിക്കും. ഇനി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിലെ ഈ 2 സെമസ്റ്ററിലെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് കെമിസ്ട്രീനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ എനിക്ക് ചേരുന്നത് ഫിസിക്സോ മാത്തമാറ്റിക്സോ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മൈനർ പഠിച്ച 2 സബ്ജക്റ്റുകളിലേക്ക് സെക്കൻഡ് ഇയറിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എടുത്ത ഡിസിപ്ലിനിലേക്കും സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ മൈനറായിട്ട് പഠിച്ച വിഷയത്തിലേക്കും സ്വിച്ച് ചെയ്യാം, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് പഠിച്ച ആ ഡിസിപ്ലിനിലേക്കും നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ 8 ക്രെഡിറ്റ് വേണമെന്നുള്ളതാണ് അതിനകത്ത് നിർബന്ധം. 8 ക്രെഡിറ്റ് ഫസ്റ്റ് ഇയറിൽ അക്വയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 4 ക്രെഡിറ്റാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിന് ഓരോ കോഴ്സിനും ഉള്ളത്, 4 ക്രെഡിറ്റ്. അപ്പോൾ 2 സെമസ്റ്റർ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 8 ക്രെഡിറ്റ് കിട്ടും. ഇനി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. അതിന് 3 ക്രെഡിറ്റാണുള്ളത്. അപ്പോൾ അത് 6 ക്രെഡിറ്റ് നമ്മൾ ഈ പാത്വേയിലൂടെ എടുക്കുകയും 2 ക്രെഡിറ്റ് ഓൺലൈനായിട്ട് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറിലേക്കും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
പക്ഷേ സെക്കൻഡ് ഇയറിൽ അതിനകത്തൊരു ഒരു 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 റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നിലവിൽ ഓരോ പ്രോഗ്രാമിനും യൂണിവേഴ്സിറ്റി സാങ്ഷൻ ചെയ്തിട്ടുള്ള സീറ്റുകളുടെ 10% സീറ്റ് കൂടുതൽ ഇങ്ങനെ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ 40 സീറ്റാണ് ഉള്ളതെങ്കിൽ സെക്കൻഡ് ഇയറിൽ അത് 44 ഉയരും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചിങ് പോസിബിളാണ്. ഇനി ഏതെങ്കിലും വർക്ക് ആവണില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള കോളേജുകളിൽ നിന്നൊക്കെ നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരവും ഉണ്ട്. അതാണ് ഇനി ചോദിക്കാനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്ക് മറ്റ് കോളേജുകളിൽ അവിടുത്തെ ഒരു കോഴ്സ് നമുക്ക് എടുക്കാമെന്നുള്ളത്. സോ നമുക്കിപ്പം അതൊരു ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഇതുവരെ പ്രോസസ്സ് ചെയ്ത് പോലെ ഇതുവരെ ഫോളോ ചെയ്ത് പോകാത്ത ഒരു സിസ്റ്റമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കോളേജിൽ ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അവിടെ തന്നെ 3 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ഈ ഒരു കോളേജിലില്ല, ഞാൻ എടുക്കുന്ന ഒരു സ്പെസിഫിക് കോളേജിൽ ഈ ഒരു സബ്ജക്റ്റ് ഇല്ല, പക്ഷേ മറ്റൊരു ബി എന്ന് പറയുന്ന ഒരു കോളേജിലുണ്ട്. അപ്പം ആ ഒരു കോളേജിലേക്ക് എനിക്ക് ആ ഒരു വിഷയം മാത്രമായിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റുമോ? ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ തൊട്ടപ്പുറത്തെ ഒരു ഹോട്ടലിലേക്ക് ഒന്ന് പഠിച്ചാൽ കൊള്ളാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ, ഞാൻ തമാശയിൽ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ആ രീതിയിൽ നമുക്ക് സാധ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് അറിയപ്പെടുന്നത് നമുക്ക് വിഷയത്തിൻ്റെ ഒരു സ്പിരിറ്റ്, നല്ല കോഴ്സസ് കിട്ടുന്നു, അതിൻ്റെ ഒരു ഫെസിലിറ്റി കിട്ടുന്നു എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ 100% അത് പോസിബിളാണ്. അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ നിയമാവലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഒരു കോഴ്സ്, ഈ പഠിക്കുന്ന കോഴ്സുകൾക്ക് നമുക്കിപ്പോൾ സപ്പോസ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു, നമുക്ക് ഉദ്ദേശിക്കുന്ന കോഴ്സ് അവിടെ കിട്ടിയില്ല, ആ കോഴ്സ് നമുക്ക് പുറത്ത് വേണമെങ്കിൽ പോയി ചെയ്യാം, പുറത്ത് കോളേജിൽ പോയി ചെയ്യാം. പക്ഷെ അവിടുത്തെ ലമിറ്റേഷൻ ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഓഫ്ലൈനാണ് ആ കോഴ്സ് മറ്റൊരു കോളേജിൽ ഓഫർ ചെയ്യുന്നത് എങ്കിൽ അവിടെ പോയി സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സമയവും അവിടുത്തെ സമയവും നമ്മൾ ആ ക്ലാസ്സിലെത്താൻ വരുന്ന സമയമായിരിക്കണം. അല്ലെങ്കിൽ 2 സമയത്ത് ആഫ്റ്റർനൂൺ സെഷനാണ്, മോർണിംഗ് സെഷനാണ് ക്ലാസ് എങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ല, അതൊരു ഓപ്ഷനാണ്, അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു ഓപ്ഷനാണ്. അതിനെ പ്രധാനമായിട്ടും അത് എയിം ചെയ്യുന്നത് സിഗ്നേച്ചർ കോഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു ഓപ്ഷനുണ്ട്. ഒരു അധ്യാപകൻ ഒരു വിഷയത്തിൽ അഗ്രഗണ്യനാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു അധ്യാപകൻ ഫിലിം സ്റ്റഡീസിൽ വളരെ അഗ്രഗണ്യനാണ്, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ അഗ്രഗണ്യനാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ അധ്യാപകൻ സ്റ്റോറി റൈറ്റിങ്ങിലും കണ്ടൻറ് റൈറ്റിങ്ങിലും വളരെ മിടുക്കനാണ്. ആ ഒപ്പം നമുക്കൊരു സിനിമ ആഗ്രഹം കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ അധ്യാപകനുള്ളൊരു ഓപ്ഷൻ ഈ പറയുന്ന FIUGP കൊടുക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഈ മേഖലയിൽ ഒരു സിഗ്നേച്ചർ കോഴ്സ് ഉണ്ടാക്കാം. അതൊരു ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ ആ കോളേജിൻ്റെ സിലബസിനോടൊപ്പം തന്നെ ചേർത്ത് അത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെ ആ കോഴ്സ് അവിടെ നടത്താം. അതല്ലാത്തൊരു അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഈ സിഗ്നേച്ചർ കോഴ്സ് ആ കോളേജിൽ തന്നെ അധ്യാപകൻ ഉണ്ടാക്കി ആ അധ്യാപന യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുകയും അത് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അപ്രൂവ് ചെയ്യുകയും തൽഫലമായിട്ട് അത് ഈ അധ്യാപനോട് കണ്ടക്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശപ്രകാരം അത് ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് ടൈം എന്നുള്ളതാണ്, അധ്യാപകൻ അത് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു സാധ്യതയും കൂടിയാണ്. ഇത്തരത്തിലുള്ള കുട്ടിക്ക് ഈ ഒരു അവർ അവിടെ പഠിക്കാതെ ഈ ഒരു കോഴ്സിന് 3 ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സ് പോയി സിഗ്നേച്ചർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് തിരിച്ചു വരാം, ഒരു സാധ്യതയാണ് ഒന്നത്. രണ്ടാമതൊരു സാധ്യത ഓൺലൈൻ പോകാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം സ്വയം NTPL പ്ലാറ്റ്ഫോമിലൊക്കെ നിരവധി കോഴ്സുകൾ IITസും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കോഴ്സ്, ഇപ്പോൾ R, Python, ഒരു അപ്സ്കെയിൽ ചെയ്യപ്പെടുന്ന ഏറ്റവും അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഒരു IIT പ്രൊഫസറുടെ കേൾക്കണം, ഒരു IIM പ്രൊഫസറുടെ കേൾക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ സ്വയം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ABCയിൽ അത് രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ മെത്തേഡ് അനുസരിച്ച് ആ ഓൺലൈൻ കോഴ്സ് ആ കുട്ടി അറ്റൻഡ് ചെയ്യുകയും ആ കോഴ്സിൻ്റെ മെത്തേഡ് അനുസരിച്ച് എക്സാമിനേഷൻ കഴിഞ്ഞ് ആ ഏൺ ചെയ്ത ക്രെഡിറ്റ് ഈ കുട്ടി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലിങ്ക് ആവുന്നുണ്ട്. ആയി കഴിയുമ്പോൾ കുട്ടിക്ക് ക്രെഡിറ്റ് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കും സിഗ്നേച്ചർ കോഴ്സ് വഴിയായിട്ടും കുട്ടിക്ക് പുറത്തു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ 10% നിർദ്ദേശപ്രകാരമുള്ള ആ കോളേജിലെ വേക്കൻസി ഉണ്ടെങ്കിൽ, കോഴ്സ് ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ മറ്റ് പ്രോഗ്രാമിലേക്ക് മാറാനും ഒരു കോളേജിൽ മറ്റ് കോളേജിലെ പ്രോഗ്രാം മാറാനും ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ്, ഇതെല്ലാം എല്ലാവർക്കും സജസ്റ്റീവാണ്. കുട്ടിയുടെ താല്പര്യം നോക്കി ഇതിൻ്റെ ഒരു പോസിബിലിറ്റി നോക്കി സമയമൊക്കെ നോക്കിയിട്ട് വേണം എടുക്കണമെന്ന് മാത്രമല്ല, പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അതൊരു സാധ്യത തന്നെയാണ്. വരും കാലത്ത് കുറച്ചും കൂടി ആ സാധ്യതകളൊക്കെ മെച്ചപ്പെട്ടു വരാം. അപ്പോൾ അതനുസരിച്ച്
കുട്ടിക്ക് തിരക്കാം. പിന്നെ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സാറ് പറഞ്ഞു തുടങ്ങി തന്നെ നമ്മുടെ ഒരു 4 ഇയർ UG പ്രോഗ്രാം സ്റ്റുഡൻറ് സെൻട്രിക് ആണ് എന്നുള്ളതാണ്. സോ അത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അവരുടെ ഒരു പാഷനെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് ഇതുവരെ കേട്ടതിൽ നിന്ന് മനസ്സിലായി. സ്വിച്ചിങ്ങിനെ പറ്റി ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നത് മേജറിൻ്റെ സ്വിച്ചിങ് ആണ്. അതായത് കെമിസ്ട്രി മേജറിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവൻ്റെ മൈനറിലേക്കോ അല്ലെങ്കിൽ MDC ഡിസിപ്ലിനിലേക്കോ സ്വിച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അവൻ അഡ്മിഷൻ എടുത്തത് കെമിസ്ട്രി മേജറിലേക്കാണെങ്കിലും ഇനി അവൻ UG അവന് പാസ്സാകാൻ പോകുന്നത് ചിലപ്പോൾ ഫിസിക്സ് മേജറോ മാത്തമാറ്റിക്സ് മേജറോ ആയിട്ടായിരിക്കും. അതാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഇനി ഇതിനകത്ത് ഏതെങ്കിലും സബ്ജക്റ്റുകൾ നമുക്ക് വർക്കാവാതെ വന്നു കഴിഞ്ഞാൽ അഡീഷണലായിട്ട് വേറെ ഏത് ഡിസിപ്ലിനിൽ നിന്നും എവിടെ വേണമെങ്കിലും കോഴ്സുകൾ എടുക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒരു തടസ്സമില്ല. അതായത് സെക്കൻഡ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ ഫിസിക്സ് മാത്സ് കൂടാതെ വേറെ ഏത് ഡിസിപ്ലിനിൽ നിന്ന് വേണമെങ്കിലും സമയം എടുക്കാം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേഷൻ പ്രകാരം നമുക്ക് ഒരു സെമസ്റ്ററിൽ പരമാവധി 30 ക്രെഡിറ്റ് വരെ കുട്ടിക്ക് എടുക്കാം. നിലവിലുള്ള പാത്വേ സ്ട്രക്ചർ പ്രകാരം ഓരോ സെമസ്റ്ററിലും 21 22 ക്രെഡിറ്റുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 9 അല്ലെങ്കിൽ 8 ക്രെഡിറ്റുകൾ കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വലിയ അവസരമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അഡീഷണലായിട്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മറ്റു കോളേജുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ കോളേജുകളിൽ തന്നെ നമ്മുടെ ഷെഡ്യൂളിന് പുറത്തുള്ള സമയത്തോ നമുക്ക് കോഴ്സുകൾ എടുത്ത് ആ ക്രെഡിറ്റ് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ മേജറിന്റെ സ്വിച്ചിങ് മാത്രമല്ല മറ്റ് ഡിസിപ്ലിനിലുള്ള കോഴ്സുകളും അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. സോ കുട്ടികൾക്കുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതലാണ് 4 ഇയർ UG പ്രോഗ്രാമിൽ. അപ്പം ഇതുവരെ നമ്മളിപ്പോൾ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഒരു രൂപം നമ്മൾ കേട്ടു. പക്ഷേ ഇനി ഉള്ളത് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എന്താണ് ആക്ച്വലി? 89.6 FM